ഹലോ ഗൈസ്, ചില അപരാധി പൊലയാടി അന്തംകമ്മി മക്കൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്നോട് സംസാരിക്കുകയും ഓണക്കിറ്റ് കിട്ടിയില്ല, ഓണക്കിറ്റ് എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങളുടെ സർക്കാർ എന്ത് പറിപ്പാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ. ഒന്നാമത് ഞാൻ ഹോസ്പിറ്റലായിരുന്നുകൊണ്ട് എനിക്കിതിനെ ഈ പുതുതായിട്ടുള്ള റീലുകളും അപരാധങ്ങളൊന്നും എനിക്ക് അറിയാൻ വയ്യ. അപ്പം ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഞാനും ആലോചിച്ചു എന്തായിരിക്കും കാര്യം. പിന്നെ ഞാൻ ഇപ്പോഴും എന്താ പറയുക, ഈ ഇപ്പോഴത്തെ മന്ത്രിയുടെ ചില ഏണാകോണങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. കാരണം ഇങ്ങേരുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം 5 കൊല്ലത്തിനകം കേരളത്തിന്റെ വിജയം ഇങ്ങേര് കാണും. കേരളത്തിന്റെ വിജയം, കേരളം അല്ലെങ്കിൽ വിജയത്തിൽ തന്നെയാണ്. പക്ഷേ കേരളത്തിൻ്റെതായ കുറെ മാറ്റങ്ങൾ, ഒരു നല്ല നല്ല മാറ്റങ്ങൾ കേരളത്തിൽ കൊണ്ടുവരും. കേരളത്തിന്റെ സമ്പദ്ഘടന ഇങ്ങനെ മാറ്റും എന്നൊക്കെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഭയങ്കര അമിതമായ പ്രതീക്ഷയാണ്, അതെന്താവുമെന്നും അറിയില്ല. അപ്പൊ ഞാൻ ഈ പ്രതീക്ഷയിൽ ഇങ്ങനെ നിലകൊള്ളവേ ഇങ്ങനെ എന്താ പറയുക, ഈ മന്ത്രിയെ പറ്റി പറയുന്ന വീഡിയോകളൊക്കെ എനിക്കിങ്ങനെ പല വ്യക്തികളും ഇതുപോലുള്ള അപരാധികളും പൊലടികളൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ ഇതിനെ ശരിക്കും പറഞ്ഞാൽ കാണാറില്ല, ഉള്ളത് പറഞ്ഞാൽ. കാരണം എനിക്കൊരു ഉദ്ദേശമുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഈ ഓണക്കിറ്റ് എന്തുകൊണ്ട് കൊടുത്തില്ല ഞാനും ആലോചിച്ചു. പക്ഷെ ഞാൻ പിന്നെ ആലോചിച്ചു, എന്താണ് അങ്ങനെ ആരുടെയും ഔദാര്യം അല്ല ഓണക്കിറ്റ്. ഓണക്കിറ്റ് വാങ്ങി ആരും ഭക്ഷണം കഴിക്കണ്ട, കാശ് കൊടുത്ത് വാങ്ങിക്കട്ടെ എന്നായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുന്നത്. ആൾക്കാരുടെ ചിന്താഗതി മാറ്റാനായിരിക്കും. അങ്ങനെ ഞാൻ പല കാര്യങ്ങളും ഞാൻ ന്യായീകരിച്ചു, മന്ത്രിയെ ന്യായീകരിച്ചു. എന്താ ഇപ്പോ ഒരു 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 വീഡിയോ കണ്ടു, ഓണക്കിറ്റ് ഒരമ്മയ്ക്ക് കിട്ടുന്ന വീഡിയോ കണ്ടു. അപ്പം ഞാൻ ഈ അപരാധികൾക്കും പൊലയാടികൾക്കും അയച്ചു കൊടുത്തു. അപ്പോൾ അവർക്കത് നാക്കില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, അന്തം കമ്മികളായിട്ടുള്ള ചില കാവിറക്കി പുണ്ടച്ചികൾ അല്ലെങ്കിൽ പുണ്ടച്ചന്മാർ ഒക്കെ ഈ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാലൊന്ന് തൂറി മെഴുകാം എന്ന് കരുതി മെഴുകുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങൾ എത്ര മെഴുകിയാലും ജനങ്ങൾ തൂത്തെറിഞ്ഞ അപരാധികളാണ് നിങ്ങൾ. ജനങ്ങൾ തൂത്തെറിഞ്ഞതാണ്. നിങ്ങളുടെ ഭരണത്തിൽ നിന്നും ജനങ്ങൾ പ്രാന്ത് പിടിച്ച് തൂത്തെറിഞ്ഞിട്ട് ആ തൂത്തെറിഞ്ഞ എറിയിൽ പോയി ഏതോ ചവറ്റുകുട്ടയിൽ പോയി വീണിട്ട് അവിടെ കിടന്ന് മെഴുകരുതേ. ഇങ്ങനെ മെഴുകുമ്പോൾ വീണ്ടും വീണ്ടും തീട്ടം കമ്മികളെന്ന് ജനങ്ങൾ വീണ്ടും നിങ്ങളെ ഓരോരുത്തരെയും മുദ്രകുത്തും. അതല്ലെങ്കിൽ വീട്ടിലുള്ളവരായാലും നാട്ടിലുള്ളവരായാലും നിങ്ങളുടെ ഈ തൂറി മെഴുകൽ കാണുമ്പോൾ ഈ മെഴുകുന്നവര്, ഈ മെഴുകൽ കാണുന്നവരും ഈ മെഴുകലിന്റെ നാറ്റം അടിക്കുന്നവരും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നിങ്ങളെയും വെറും തീട്ടം കമ്മികളായി മാറ്റും. അതുകൊണ്ട് അന്തം കമ്മികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ കരച്ചിൽ കുറച്ചു നാളത്തേക്ക് നടക്കി വെക്കൂ. പൊട്ടിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ഉള്ളിമുളകാനായിട്ട് ചതച്ച് താളിച്ച് തിന്നാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് തിന്നാം. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണക്കിറ്റ് കിട്ടി. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണക്കിറ്റ് കിട്ടി, അടിച്ചു പൊളിച്ചു.